നിങ്ങളുടെ കുടുംബത്തിനകത്ത് പിശാച് നാളുകളായി ബന്ധിച്ചു വെച്ച നിങ്ങളുടെ അനുഗ്രഹങ്ങളും നന്മകളും, അത് ചുരുപക്ഷെ ആരോഗ്യ മേഖലയിലായിരിക്കാം, സാമ്പത്തിക മേഖലയിലായിരിക്കാം, നിങ്ങളുടെ സമാധാനത്തിന്റെ സ്വസ്ഥതയുടെയും വിഷയത്തിലായിരിക്കാം, തലമുറയുടെ വിഷയത്തിലായിരിക്കും, ഏത് വിഷയത്തിലാണെങ്കിലും നാളുകളായി പിശാച് ബന്ധിച്ച മുഴുവൻ ബന്ധനത്തെയും അഴിക്കാനാണ് ദൈവപുത്രനായ യേശു നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. ഇന്ന് നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ ഭവനത്തിൽ കർത്താവ് വരുന്നു. നിങ്ങൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ നിങ്ങളിലേക്ക് യേശു വരുന്നു, നിങ്ങളുടെ ഭവനത്തിലേക്ക് യേശു വരും, പിശാചിന്റെ പ്രവൃത്തികളെ മുഴുവനും അഴിക്കുവാൻ. ഹല്ലേലൂയ. യേശു ഒരു ശബത്ത് ദിവസം ഒരു പള്ളിയിൽ ചെല്ലുകയാണ്, യഹൂദന്മാരുടെ ഒരു സിനഗോഗിലേക്ക് ചെല്ലുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം. അവിടെ ചെന്നപ്പോൾ 18 സംവത്സരമായി സാത്താൻ ബന്ധിച്ച ഒരു സ്ത്രീ അവിടെ കാണുമ്പോൾ, സാത്താൻ ബന്ധിച്ച ആളുടെ അറിയത്തില്ല, കൂനിയായിട്ട് ഒരു സ്ത്രീ ഒട്ടും നിവരാൻ കഴിയാതെ പള്ളിയിൽ വന്നിരിക്കുക. ദിനംതോറും അല്ലെങ്കിൽ പ്രാർത്ഥനയുള്ളപ്പോഴെല്ലാം പള്ളിയിൽ വരും, പക്ഷെ കൂനി നുകർന്നിട്ടില്ല, സൗഖ്യമായിട്ടില്ല. ഹല്ലേലൂയ. എന്നാൽ ഒരു ദിവസം യേശു ആ പള്ളിയിൽ വരുമ്പോൾ അവളെ കണ്ടു. യേശു അവൾ പറയും, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ആ 16-ാമത്തെ വാക്കിൽ എഴുതിയിരിക്കുന്നു, 18 സംവത്സരമായി സാത്താൻ ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായി ഇവളെ വിട്ടയക്കേണ്ടതല്ലയോ? നോക്കിയേ, 18 വർഷമായി ഇവൾ അബ്രഹാമിന്റെ മകളാണ്, വാഗ്ദത്തമുള്ളവളാണ്. പക്ഷെ പിശാച് ബന്ധിച്ചിരുന്ന് കൂനിയായിട്ടിരിക്കാൻ, നിവരാൻ കഴിയുന്നില്ല. ഇന്ന് ഈ വചനം ഇതൊരു പ്രവചന ശബ്ദമായി നിങ്ങൾ സ്വീകരിച്ചോ. നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ വാഗ്ദത്തമുള്ള വ്യക്തിയാണ്, നിങ്ങളുടെ മേലും തലമുറയുടെ മേലും വാഗ്ദത്തമുണ്ട്. പക്ഷേ പിശാച് ബന്ധിച്ചു വെച്ചിട്ട് വർഷങ്ങളായി നിവരാൻ കഴിയാതെ, സാഹചര്യമുണ്ട്, പേരുണ്ട്, കാര്യമെല്ലാം ഉണ്ട്, പള്ളി പോകുന്നുണ്ട്, പക്ഷേ നിവരാൻ കഴിയാതെ, ഒട്ടും നിവരാൻ കഴിയാതെ, അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയാതെ തളർത്തിക്കളഞ്ഞ, കുനിച്ചു കളഞ്ഞ, സമൂഹത്തിന് മുൻപിൽ ദുഷ്പേരുണ്ടാക്കി തളർത്തിക്കളഞ്ഞ, തകർച്ചകളുണ്ടാക്കി താഴ്ത്തിക്കളഞ്ഞ ആ പൈശാചിക ബന്ധനത്തെ കർത്താവ് യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ, യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, ഈ വചനം നിങ്ങളുടെ കാതുകളിൽ എത്തുമ്പോൾ, ഇപ്പോൾ ഇത് എത്തുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ആ കുനിച്ചു കളഞ്ഞ പൈശാചിക ബന്ധനം ആ മേഖലയിൽ നിന്ന് അഴിഞ്ഞു മാറിപ്പോകട്ടെ. കാരണം ദൈവത്തിന്റെ പുത്രൻ വന്നത് 1 യോഹന്നാൻ 3-ാം വാക്യം, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു ഭൂതഗ്രസ്തരായ മനുഷ്യരുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ, അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യരുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ, മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായവും 5-ാമത്തെ അധ്യായത്തിലൊക്കെ കാണുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ കാണുമ്പോൾ, അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യൻ, ഒരു മനുഷ്യൻ പള്ളിയിലുണ്ട്, ഒരു മനുഷ്യൻ ശവൽക്കല്ലറയിലുണ്ട്, ഇങ്ങനെ പലയിടങ്ങളിൽ കിടക്കുന്ന മനുഷ്യർ, അശുദ്ധാത്മാവ് ബാധിച്ചവർ, അവർ യേശുവിനെ കാണുമ്പോൾ, യേശുവേ ഞങ്ങളെ ശിക്ഷിക്കരുതേ, ദണ്ഡിപ്പിക്കരുതേ, ഞങ്ങളെ നശിപ്പിക്കരുതേ എന്ന് നിലവിളിച്ച് പുറപ്പെട്ടു പോകുന്നത് കാണാൻ പറ്റും. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, യേശു ക്രിസ്തു വന്നത് പിശാചിന്റെ മുഴുവൻ പ്രവൃത്തികളെ അഴിക്കുവാനാണ്. ആമേൻ. പിശാചിന്റെ മുഴുവൻ പ്രവൃത്തികളെ അഴിച്ചാൽ ആ മനുഷ്യൻ സ്വതന്ത്രനാകും. നിങ്ങളുടെ സ്വസ്ഥത മറിച്ച് കളഞ്ഞ, നിങ്ങളുടെ സമാധാനം എടുത്തു കളഞ്ഞ്, നിങ്ങളുടെ നന്മ അഭിവൃദ്ധിയെ മുൻപോട്ട് വിടാതെ തടഞ്ഞു വെച്ച സകല ദുഷ്പ്രവർത്തികളെയും ദൈവത്തിന്റെ പുത്രൻ അഴിച്ചു വിടുകയാണ്. ആമേൻ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഹല്ലേലൂയ. അതെ, ഇരുൾ മൂടിക്കിടന്ന, ബന്ധിക്കപ്പെട്ട, പുറം ലോകം കാണാതെ ബന്ധിക്കപ്പെട്ട് കിടന്ന വ്യക്തി, 7 ഭൂതങ്ങൾ ബാധിച്ച മഗ്ദലന മറിയം, അതെ, ദൈവത്തിന്റെ പുത്രനായ യേശു അവളുടെ അടുക്കലേക്ക് നല്ല സൗഖ്യമാക്കാൻ, ഭൂതത്തെ പുറത്താക്കി അവളുടെ സുവിശേഷകയായി മാറുകയായിരുന്നു പിന്നീട്. ഹല്ലേലൂയ. അതെ, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ. അത് രോഗമാണോ, കുഷ്ഠരോഗമാണോ, നീ ഒരിക്കലും സൗഖ്യമാകില്ല, അത് മരണത്തോടുകൂടി മാറുകയുള്ളൂ എന്ന് പറഞ്ഞ കുഷ്ഠരോഗിയുടെ അടുക്കലേക്ക് യേശു അങ്ങോട്ട് ചെന്നിട്ട് അവരെ തൊട്ട് സൗഖ്യമാക്കി പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുകയാണ്. മുടന്തനായ മനുഷ്യൻ, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് മുടന്തനായ മനുഷ്യൻ, യേശു അവനെ കണ്ടിട്ട് അവന്റെ മേൽ പിശാച് അവനെ കെട്ടിയ അവന്റെ മുടന്തിനെ കർത്താവ് സൗഖ്യമാക്കി അവനെ എഴുന്നേൽപ്പിച്ചു. കുരുടന്മാരെ, മുടന്തന്മാരെ, കുഷ്ഠരോഗികളെ, ഹല്ലേലൂയ, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ, ചില രോഗശക്തികൾ, പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ യേശു കടന്നു എന്ന സൗഖ്യമാക്കി. ഹല്ലേലൂയ. മരണത്തിന്റെ മേൽ യേശുവിന് അധികാരമുണ്ടായിരുന്നു. യേശുവിന്റെ നാമത്തിൽ. ആമേൻ. യേശുവിന്റെ ശിഷ്യന്മാർ ഈ അധികാരമുള്ള യേശുവിന്റെ നാമവുമായി സഞ്ചരിച്ചപ്പോൾ
നിങ്ങൾ ഈ നാമത്തിൽ സംസാരിക്കരുതെന്നും സഞ്ചരിക്കരുതെന്നുമാണ് പുരോഹിതന്മാർ പറഞ്ഞത്. പക്ഷേ ആ നാമത്തിൽ അവർ സഞ്ചരിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തപ്പോൾ സകല ബന്ധനങ്ങൾ വഴിഞ്ഞു. ശമരി എന്ന് പറയുന്ന ഒരു ദേശത്തിലെ മന്ത്രവാദ ശക്തികൾ തകർന്നു. വലിയ കൂട്ടം ജനങ്ങൾ യേശുവിലേക്ക് വന്നു. ഭയങ്ങളെല്ലാം മാറി. ദേശത്ത് സ്വസ്ഥതയുണ്ടായി. ഹല്ലേലൂയ, ആമേൻ. ദൈവാലയ ഗോപുരവാതിൽക്കൽ നിന്നുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കെന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ പത്രോസും യാക്കോബും പറയുമ്പോൾ, പത്രോസും യോഹന്നാനും പറയുമ്പോൾ കാലും നരിയാണിയും ഉറച്ച് ആ ബന്ധനം അഴിഞ്ഞ് മുടന്തനായ മനുഷ്യൻ സൗഖ്യമായി പള്ളിയിൽ കയറി ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. അങ്ങനെ അപ്പോസ്തലന്മാരായ പൗലോസും ശീലാസും ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ അവർ അകപ്പെട്ടു, അല്ലെങ്കിൽ അവരെ ജയിലിലാക്കി, തടവറയിലാക്കി. പക്ഷേ അവിടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവർ ദൈവത്തെ സ്തുതിച്ചപ്പോൾ സകല പൂട്ടുകളും പൊട്ടി, സകല ബന്ധനങ്ങളും അഴിഞ്ഞു. അവിടെ അവരെല്ലാം സ്വതന്ത്രരായി മാറി. അതെ സഹോദരങ്ങളെ, യേശുവിന്റെ നാമം എന്ന് പറഞ്ഞു. യേശുവിന്റെ നാമം, നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും യേശുവിന്റെ നാമത്തിൽ മാറണമെന്ന് പറഞ്ഞാൽ ആ പേരിൽ, ആ അക്കൗണ്ടിൽ അതങ്ങ് മാറും. ആ പേര് പറയുമ്പോൾ അത് മാറും. യേശുവിന്റെ നാമത്തിന്റെ ആ പേരിൽ ഇതെല്ലാം അങ്ങ് മാറിപ്പോകും. നമ്മുടെ കഴിവോ നമ്മുടെ ബലത്തിലോ അല്ല, യേശുവിന്റെ രക്തത്തിൽ, യേശുവിന്റെ നാമത്തിന്റെ ജയമാണത്. ഹല്ലേലൂയ. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചതാണ് യേശുവിന്റെ നാമം. ആ നാമത്തിന് മുമ്പിൽ എല്ലാ നാവും പാടും. യേശു മാത്രമാണ് കർത്താവ്. ഹല്ലേലൂയ. എല്ലാ നാവും പാടും യേശു. എല്ലാ നാമത്തിനും മേലായ നാമത്തെയാണ് ദൈവം യേശുവിന് നൽകിയത്. ആമേൻ. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. നിങ്ങളുടെ ഭവനത്തിൽ ദൈവത്തിന്റെ പുത്രൻ വരട്ടെ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തട്ടെ, പിശാചിന്റെ മുഴുവൻ പ്രവൃത്തികളും അഴിയട്ടെ. നിങ്ങളുടെ കുടുംബത്തിനകത്ത് പുറപ്പെടലുകൾ ഉണ്ടാകട്ടെ, നന്മകൾ ഉണ്ടാകട്ടെ, വെളിച്ചത്തിലേക്കുള്ള സഞ്ചാരങ്ങൾ ഉണ്ടാകട്ടെ, ഇരുട്ടിന്റെ അവകാശങ്ങളെല്ലാം മാറിപ്പോകട്ടെ. ആമേൻ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാം. നിരാശകൾ മാറും, സകല മരണഭയങ്ങളും മാറും, സകല അന്ധകാര ശക്തികളുടെ തേർവാഴ്ചകളും മാറിപ്പോകും. പ്രിയ കർത്താവേ, പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ വന്ന ദൈവപുത്രനായ യേശുവിന്റെ നാമത്തിൽ ഈ മക്കളുടെ മേലും അവരുടെ കുടുംബത്തിന്റെ മേലും നാളുകളായി പിശാച് കെട്ടിയ കെട്ടുകളെ അഴിക്കുവാൻ, ബന്ധിച്ച ബന്ധനങ്ങളെ അഴിക്കുവാൻ യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ ബന്ധനങ്ങൾ അഴിയട്ടെ, ആ കെട്ടുകൾ അഴിയട്ടെ. പ്രിയ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ അങ്ങയുടെ സന്നിധി പ്രാർത്ഥിക്കുമ്പോൾ ആ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. ഈ കുടുംബത്തിന് സ്വസ്ഥത വരും, സമാധാനം വരും, ദൈവിക ആശ്വാസവും വിടുതലും വരും. ദൈവകരങ്ങളിലേക്ക് ഞാൻ ഭരമേൽപ്പിക്കുന്നു. പിശാച് കെട്ടിയ എല്ലാ കെട്ടുകളും കഴിഞ്ഞ് നിന്റെ മക്കൾ സ്വതന്ത്രരാകട്ടെ. ഇനി മരണം വേണ്ട, ഇനി നിരാശ വേണ്ട, ഇനി ആ കലാപം വേണ്ട, ഇനി കലഹം വേണ്ട, ഭിന്നത വേണ്ട, ആമേ, കടഭാരവും ഞെരുക്കവും വേണ്ട, തകർച്ചകൾ വേണ്ട. സൗഖ്യം വേണം, ആരോഗ്യം വേണം, അനുഗ്രഹം വേണം, സമൃദ്ധി വേണം, നന്മ വേണം. യേശുവിന്റെ നാമത്തിൽ അത് ഈ കുടുംബത്തിൽ ഉണ്ടാകട്ടെ, ഈ മക്കളിൽ ഉണ്ടാകട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ പ്രത്യക്ഷനായി യേശു നിങ്ങളുടെ കൂടെ ഉണ്ട്. ആ നാമവും വഹിച്ചു നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ, ആ നാമം പറഞ്ഞുകൊണ്ട് നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഒരു ശക്തിയും നിങ്ങളെ കെട്ടത്തില്ല. നിങ്ങളെ കെട്ടുവാൻ ആ ശക്തിക്ക് പറ്റില്ല. കാരണം ആ കെട്ടിനെ അഴിക്കാനുള്ള പവർ നിങ്ങളുടെ കയ്യിൽ കൂടെയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. സന്ദേശം കുറെ പേർക്ക് ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.